കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ വരെ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ലീഗ് MLA-മാർ, ലീഗ് മന്ത്രിമാർ എന്താണ് അള്ളാഹുവിനെ വിട്ട് ദൈവത്തിലേക്ക് മാറിയത്? എന്താണ് തൊപ്പി മാറ്റിയത്? അതിനു മാത്രം എന്ത് പ്രത്യേക സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഇടതുപക്ഷം ഭരിക്കുമ്പോൾ പോലും അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ ലീഗ് MLA-മാർക്ക് യാതൊരു മടിയും ഉണ്ടായിട്ടില്ലല്ലോ. അവർക്കതിന് പ്രതികൂലമായ ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല. അവരാ കാര്യം വ്യക്തമാക്കണം. ഇപ്പോ BJP രാജ്യം ഭരിക്കുന്നത് കൊണ്ട്, BJPയുടെ ഗവർണർ കേരളത്തിൽ സത്യപ്രതിജ്ഞ ചൊല്ലിത്തരുന്നത് കൊണ്ട് ഞങ്ങളുടെ മന്ത്രിമാർക്ക് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നു, അള്ളാഹുവിനെ ഉപേക്ഷിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ തൊപ്പി ഞങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ള കാര്യം ലീഗ് വ്യക്തമാക്കട്ടെ. അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ സംജാതമായിട്ടുണ്ടോ? അവർ വളരെ തെറ്റായൊരു മെസ്സേജാണ് ജനങ്ങൾക്ക് നൽകുന്നത്. തൊപ്പി വെച്ച് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികൾ നടക്കുന്നുണ്ട്. അവരോടൊക്കെ ഇനി പറയാൻ പോകുന്നത് തൊപ്പി ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. ലീഗുകാർ ഇതുവരെ തൊപ്പി വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ നടത്തിയിരുന്നത്. അള്ളാഹു എന്ന് നിങ്ങൾ പറയേണ്ടതില്ല, പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്ത്. ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ അത് പർപ്പസ് പൂർത്തിയാകും എന്ന് കരുതുന്ന ആളാണ് ഞാൻ. 2006 ഞാൻ സത്യപ്രതിജ്ഞ ചെയ്തത് ദൈവനാമത്തിലാണ്. അന്ന് അതിനെ ശക്തമായി എതിർത്തവരാണ് മുസ്ലിം ലീഗുകാർ. അന്ന് ഞാൻ പിന്തുടർന്ന വഴി തെറ്റാണെന്ന് പറഞ്ഞവർക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്താണ് എന്ന് അവർ വ്യക്തമാക്കണം. തീർച്ചയായിട്ടും. എന്താ പ്രശ്നം? ഇടതുപക്ഷം ആരോടും നിങ്ങളുടെ മതപരമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ സ്വകാര്യമായി നിങ്ങളുടെ ജീവിതത്തിൽ ആചരിക്കരുത് എന്ന് ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അതെനിക്ക് ബോധ്യമാണ്. CPIM-ന്റെ 3 ജാഥകളിൽ ഞാൻ അംഗമായിരുന്നു. ഒരു സന്ദർഭത്തിൽ പോലും ഒരു മതാചാരവും എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിട്ടില്ല, ലംഘിക്കേണ്ടി വന്നിട്ടില്ല.